രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്ക് മുന്നിൽ എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ ആളുകൾ കൂവി വിളിച്ച് രാഹുലിനെ പുറത്തേക്ക് എത്തിക്കുന്ന വേളയിൽ രാഹുലിനെ കൂവി വിളിച്ചുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വിന്യാസവും ഒക്കെ അവിടെ ഉണ്ട്. ഡിവൈഎഫ്ഐ, BJP പ്രവർത്തകർ എല്ലാവരും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമൽ അവിടെ നിന്ന് ചേർന്ന്. അമൽ, എന്താണ് അവിടുത്തെ സാഹചര്യം, വിവരങ്ങൾ? ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ ഏറെ പണിപ്പെട്ടാണ് പോലീസ് ജീപ്പിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയത്. വൈദ്യപരിശോധന നടന്നതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറോളം നേരമാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആശുപത്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷമാണ് ഈ പ്രതിഷേധങ്ങളൊന്ന് ശാന്തമാക്കാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ഇപ്പോൾ വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ തടഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തുമായി പോയ പോലീസ് വാഹനം വഴിയിൽ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയും യുവമോർച്ചയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായ പ്രതിഷേധം നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടയുന്നതാണ്. വൈദ്യപരിശോധന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പരിശോധിച്ച വസ്തുവിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനിടയിലാണ് വലിയ പ്രതിഷേധവുമായിട്ട് ഇവിടെ യുവമോർച്ചയും അടക്കം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ വാഹനം തടയുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഏർപ്പെടുത്തിയുള്ള വലിയൊരു ധൈര്യമാണ് ഇവിടെ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രതിഷേധക്കാർ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഒത്തുകൂടുകയും ചെയ്തത്. ഏതായാലും ഈ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. കലുഷിതമായ സാഹചര്യമാണ്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തിറക്കിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയും യുവമോർച്ചയും അവിടെ ഉയർത്തുന്നത്. വാഹനം നിലവിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അമലാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 3-ാം കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വൈദ്യപരിശോധന കൊണ്ടുവരുന്നു. അത് പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുക വേളയിലാണ് നിലവിൽ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐയും യുവമോർച്ചയുമാണ് അവർ പ്രതിഷേധമുയർത്തി അവിടെ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിനാണ് നേരത്തെയും സാക്ഷ്യം വഹിച്ചത്. ആ പ്രതിഷേധത്തിന് അയവ് വരുത്താൻ പോലീസ് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രതിഷേധം ഒന്ന് അടങ്ങിയതിനു ശേഷം വീണ്ടും രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയതാണ്. അപ്പോഴാണ് വീണ്ടും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഡിവൈഎഫ്ഐ യുവമോർച്ചയാണ് നിലവിൽ അവിടെ പ്രതിഷേധിക്കുന്നത്. അമൽ, തുടരാം. ശമലി, ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു നിമിഷം മുതൽ യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും രാഹുലിനെ ഇവിടെ പോലീസ് ജീപ്പിൽ കയറ്റി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഭാഗമായിട്ട് ഉണ്ടായത്. ഒരു വേള യുവമോർച്ച പ്രവർത്തകർ വാഹനം തടയുന്നു. ഈ രാഹുലിനെ കൊണ്ടുപോകാനുള്ള വാഹനം തടയുന്നു. അതിനുശേഷവും മറ്റൊരു വഴിയിലൂടെ രാഹുലിനെ കൊണ്ടുപോകാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചോ? അതാണോ ദൃശ്യങ്ങളിൽ കാണുന്നത്? ഇപ്പോൾ ഏതായാലും രാഹുലുമായിട്ടുള്ള വാഹനം തിരിച്ചിരിക്കുകയാണ്. ഈ ആശുപത്രി പരിസരത്ത് നിന്ന് രാഹുലുമായിട്ടുള്ള വാഹനം പോലീസ് ജീപ്പ് ഇവിടുന്ന് പോയിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ പോയതിനു ശേഷവും നിരത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയും യുവമോർച്ചയും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ഏതായാലും പൊതിച്ചോറുമായി വന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിനെ ജയിലിലേക്ക് അയക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്. അവർ പോലീസ് ഉദ്യോഗസ്ഥരോടെല്ലാം പറയുന്നു, രാഹുലിനെ പൊതിച്ചോറ് നൽകി വേണം ജയിലിലേക്ക് അയക്കാൻ. ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതിച്ചോറ് വിതരണത്തെ അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ട് വിമർശിക്കുകയും അതിനെതിരെ അങ്ങേയറ്റം കുപ്രചരണം നടത്തുകയും ചെയ്ത രാഹുലിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനമെങ്കിൽ കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് യുവമോർച്ച എത്തിയത്. പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള രാഹുലിനെതിരെ, പാലക്കാട് MLAക്കെതിരെ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് പത്തനംതിട്ടയിലും നടത്തിയത്. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്, അതായത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ്
രാഹുലുമായിട്ടുള്ള പോലീസ് വാഹനം പോയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തുകയും റിമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും റിമാൻഡിന് ശേഷമാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ലഭിക്കുകയും അതിൽ എന്തെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ രാഹുലിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക, അതായത് കൊട്ടാരക്കര ജയിലിലേക്കാണോ അതല്ല തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലേക്കാണോ കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ, അതായത് കേരളത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നിലനിൽക്കുമ്പോൾ രാഹുലിന് ഇത്രയധികം ദൂരം യാത്ര ചെയ്യിച്ച് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ മങ്ങിയാണ്. അത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ കൊട്ടാരക്കര ജയിലിൽ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെ അന്തേവാസികളുടെ എണ്ണം കൂടുതലാണ് എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടേക്കാവും കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റഡി, പ്രത്യേകമായിട്ടുള്ളൊരു കസ്റ്റഡി അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുമോ എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്യാമിലി, എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിലവിൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് രാഹുലിനെ കൊണ്ടുപോകാൻ അവിടെ എത്തി, അവർ അകത്തേക്ക് രാഹുലിനെ കൊണ്ടുപോയി എന്നൊക്കെയാണ് തോന്നുന്നത്. അമൽ ദൃശ്യങ്ങൾ കണ്ടു കാണില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ അമൽ അവിടെ കുടുങ്ങിയിരിക്കുകയാണല്ലോ. നിലവിൽ വാഹനം അവിടെ എത്തിക്കുകയും രാഹുൽ അതിൽ നിന്ന് പുറത്തിറങ്ങി രാഹുലിൻ്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്.